ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ വൃത്തി നൽകും ശക്തി എന്ന പാഠഭാഗമാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. ഇതാ ഇവിടെ കണ്ടില്ലേ, ഒരു ചിത്രമുണ്ടല്ലേ. ഡോക്ടറും കുറേ മക്കളും നിൽക്കുന്നു അല്ലേ. ഡോക്ടർ ചുറ്റും മക്കളിങ്ങനെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മൾ എന്താണെന്ന്, ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ. അപ്പോൾ ഡോക്ടർ പറയാണ്, വൃത്തിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അത് എന്നോട് ചോദിക്കൂ എന്ന്. അപ്പോൾ സ്കൂൾ പാർലമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറിനോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അലൻ തൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചത് വായിച്ചു നോക്കാം. കളിക്കുമ്പോഴും മറ്റ് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകും. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വൃത്തിയോടുകൂടി നമ്മുടെ ശരീരം വൃത്തിയോടുകൂടി സൂക്ഷിക്കണം അല്ലേ, സംരക്ഷിക്കണം. കൈകൾ സോപ്പിട്ട് കഴുകിയിട്ടും നിത്യം കുളിച്ചിട്ടും ആയിട്ടൊക്കെ നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ ശരീരം വൃത്തിയിൽ സൂക്ഷിക്കണം അല്ലേ. അതാണ് ഡോക്ടർ പറയുന്നത് മക്കളോട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന്. ഇവിടെ ചിത്രം കണ്ടില്ലേ, 2 ചിത്രമുണ്ട് അല്ലേ. ഒന്ന് ഒരു അമ്മ മകനോട് പറയുന്നതാണ്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സ്കൂളിൽ നിന്നും വന്നതല്ലേ, പോയി കയ്യും മുഖവും സോപ്പിട്ട് കഴുകൂ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത്, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നത് അല്ലേ. സ്കൂളിൽ നിന്ന് വന്നാൽ നമ്മൾ കയ്യും മുഖമൊക്കെ സോപ്പിട്ട് കഴുകണം. കാരണം സ്കൂളിൽ നമ്മൾ കളിക്കുകയും അങ്ങനെ പല ഇതിലും ഇടപെടുന്നല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിലും കയ്യിലും മുഖത്തൊക്കെ അഴുക്ക് വരും. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനാണ് കൈയും മുഖവും നന്നായിട്ട് സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ കൈയിലും ഒക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ അതും നമ്മുടെ ശരീരത്തിലോട്ടും പോകാൻ പാടില്ല. അതിനാണ് കൈ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൈയൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത് നമുക്ക് നോക്കാം അല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, രണ്ടാമത് ഭക്ഷണം കഴിച്ചതിന് ശേഷം, പിന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, പിന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, പുറത്തു പോയി കളിച്ചു വരുമ്പോൾ, സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം. പിന്നെ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇനി അടുത്തത് നോക്കിക്കേ, വൃത്തിയുള്ള കൈകൾ. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മേശപ്പുറത്ത് മാറ്റിവെക്കുക. കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. എല്ലാവരും കൈ കഴുകിയതിനു ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആദ്യം മാറ്റിവെച്ച ഗ്ലാസ്സിനടുത്ത് വെക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യൂ. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയത്? എങ്ങനെയാണ് വൃത്തിയായി കൈ കഴുകേണ്ടത്? അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അല്ലേ. ഒരു ഗ്ലാസ് കൈ കഴുകിയ വെള്ളം എടുത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം കാണാൻ പറ്റും അല്ലേ. കൈ കഴുകിയ വെള്ളത്തിൽ അഴുക്ക് വെള്ളമായിരിക്കും അതല്ലേ, കളർ മാറിയിട്ടുണ്ടാകും. എൻ്റെ അടുത്ത ഗ്ലാസ്സിലുള്ള ശുദ്ധവെള്ളത്തിൻ്റെ കളറായിരിക്കില്ല ഉള്ളത് അല്ലേ. ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ടാകും. അപ്പം നമ്മളെ കൈകളിലെ അഴുക്കൊക്കെ ആ വെള്ളത്തിലോട്ട് പോയിട്ടുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗത്ത് എന്താണ് ഉള്ളത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ പേജ് പറഞ്ഞത് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകുന്നത് എന്നല്ലേ. അപ്പം എങ്ങനെയാണ് കൈ കഴുകേണ്ടത് എന്നുള്ള ഒരു ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. അപ്പം നോക്കിയാൽ ഇതിൻ്റെ 1-ാം നമ്പറിൽ എന്താണ് പറയുന്നത്, കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. രണ്ടാമത്തെ ചിത്രം എന്താണ്, കൈവെള്ളകൾ കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കുക. പിന്നീട് കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. ശേഷം നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ വെച്ച് ഉരച്ച് വൃത്തിയാക്കുക. പിന്നെ വിരലുകളും കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. 6ാമത്തെ എന്താണ്, ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ
കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അല്ലേ. അല്ലാതെ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി കളിച്ചിട്ട് മണ്ണും ചളിയായിട്ട് വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയാൽ ചിലപ്പോൾ നമ്മളെ കൈമിലുള്ള മണ്ണൊക്കെ പോവുമായിരിക്കും. പക്ഷേ നമ്മളെ കയ്യിലുള്ള നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള അണുക്കളൊന്നും പോവില്ല അല്ലേ. അത് നമ്മൾ കാണാത്ത അണുക്കളായിരിക്കും, മക്കൾ കാണില്ല. നമ്മൾ ഇങ്ങനെ ഒന്ന് കഴുകി പോരുമ്പം മണ്ണും ചളിയെല്ലാം പോയിട്ടുണ്ടല്ലോ എന്ന് കരുതും. പക്ഷേ ഈ നഖത്തിലും കയ്യിലൊക്കെ പറ്റിക്കിടക്കുന്ന നമ്മൾ കാണാത്ത സൂക്ഷ്മ ജീവികളുണ്ട്, അണുക്കളുണ്ട് അല്ലേ. അത് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എത്തി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പം കൈ നന്നായി സോപ്പിട്ട് കഴുകണം. ചളിയിലും പുറത്തൊക്കെ പോയി കളിച്ച് വന്നാൽ മക്കൾ നന്നായി കൈ സോപ്പിട്ട് കഴുകി തുടച്ചതിന് ശേഷമേ പിന്നെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും പോവാകൂ കേട്ടോ. ഇതാ ഈ ഭാഗത്ത് നോക്ക്, ഒരു ചിത്രമുണ്ട് അല്ലേ. ഒരു കുഞ്ഞ് പറയുന്നതാണ് അല്ലേ ഇതിൽ കാണുന്നത്. അവൾ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി എൻ്റെ വിരലുകളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് കുഞ്ഞ് പറയുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. കുട്ടികളുടെ മറ്റ് സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തൻ്റെ ബുക്കിൽ എഴുതിയിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, കൈൻ്റെ നഖമൊക്കെ വൃത്തിയിൽ വെട്ടി സൂക്ഷിക്കണം അല്ലേ. നഖം നീട്ടിയാൽ അഴുക്കുകളെല്ലാം നഖത്തിനുള്ളിൽ പറ്റിക്കിടക്കും. അത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലെത്തും. അങ്ങനെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക്. അതുകൊണ്ട് നഖമൊക്കെ കൈവിരലുകളുടെ ആയാലും കാൽവിരലുകളുടെ ആയാലും നഖമൊക്കെ വെട്ടി വൃത്തിയായി മക്കൾ സൂക്ഷിക്കണേ. പിന്നെ ഇനി അലൻ എന്തൊക്കെയാണ് പുസ്തകത്തിൽ എഴുതിയതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. അപ്പം വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് അല്ലേ. വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓരോരോ അസുഖങ്ങൾ വരും. പിന്നെ എന്തൊക്കെ വരും എന്നാണ് പറയുന്നത്, ചുണങ്ങ്, ചൊറി, അങ്ങനെ ചൊറി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റതിന് ശേഷം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ബ്രഷ് ചെയ്യണം, പല്ല് അല്ലേ ബ്രഷ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അണുക്കളൊക്കെ പോയാലാണ് പല്ലും വൃത്തിയായി നിൽക്കുള്ളിൽ. പല്ലിന് കേടുവരും, പല്ല് പറിച്ച് പോക്കേണ്ടി വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം പല്ല് നല്ല വൃത്തിയിൽ നിൽക്കുമ്പം നമുക്ക് നല്ലൊരു ഇതല്ലേ, സുഖമല്ലേ അല്ലേ. നമ്മൾ സംസാരിക്കാനും മറ്റുള്ളവരുടെ ഇടപെടാനൊക്കെ ആകുമ്പം പല്ലൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കണ്ടേ മക്കളുടെ. അപ്പോൾ അതൊക്കെ മക്കൾ ശ്രദ്ധിക്കണേ. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ചെയ്യണം. മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. നമുക്കൊന്ന് അലനെ സഹായിച്ചാലോ? നോക്കാം എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക. നമ്മൾ ശ്വസിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാം മാസ്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയും നമുക്ക് മാസ്ക് ഉപയോഗിക്കാം. അപ്പം ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അലന് ഇത് നോക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ. വൃത്തിയുള്ള പല്ലുകൾ വൃത്തിയാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പല്ലു തേക്കൽ ശരിയായ രീതിയിലാണോ? നിങ്ങൾ ശരിയായ രീതിയിലല്ലേ പല്ല് തേക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിത്രം നോക്കാം അല്ലേ. ബ്രഷ് ചെരിച്ചു പിടിക്കുക, മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക. മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും, കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. പല്ലുകളുടെ അകവും ബ്രഷ് ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവും വൃത്തിയാക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് കേട്ടോ. പല്ല് തേക്കലിൻ്റെ ശരിയായ രീതി ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ. ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കണേ. വൃത്തിയുള്ള ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? അപ്പോൾ കുളിക്കുന്ന രീതി ക്ലാസ്സിൽ ഒന്ന് ആംഗ്യത്തിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. എല്ലാ ദിവസവും കുളിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായി തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം.
ഉപയോഗത്തിനു ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ ശരീരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കൈ കഴുകൽ, പല്ലു തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത് ശുചിത്വശീലങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക, വീട്ടുകാരോട്. അവർക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരും മക്കൾക്കും പറഞ്ഞു തരും. കൂടുതലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്കും പറഞ്ഞു കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളും അകറ്റി നിർത്താം. അപ്പം വൃത്തിയോടുകൂടി നമ്മൾ നടന്നാൽ നമുക്ക് കുറേയൊക്കെ അസുഖങ്ങളെ മാറ്റി നിർത്താം. ഈ പകർച്ചവ്യാധികളും അങ്ങനെയുള്ള അസുഖങ്ങളും അല്ലാണ്ടുള്ള വൃത്തിയായി നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ അകറ്റി നിർത്താൻ പറ്റും നമ്മൾ ശുചിത്വശീലം പാലിച്ചാൽ. വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ. എന്തൊക്കെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും? എന്തൊക്കെയാണ്? കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കും. എല്ലാ ദിവസവും കുളിക്കും. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കും. രാവിലെയും രാത്രിയും പല്ല് തേക്കും. ഇങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പരിസര ശുചിത്വം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ. ഇതൊരു നാടകത്തിൻ്റെ ഒരു ചിത്രമാണ്. സ്റ്റേജ് കാണുന്നുണ്ട്. അതിൽ 2 കഥാപാത്രങ്ങൾ കാണുന്നുണ്ട്. അവരൊക്കെ ഒരു മണിയൻ ഈച്ചയും കടുവ കൊതുകും അല്ലേ. അപ്പോൾ ഇവരൊരു നാടകമാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. മണിയൻ ഈച്ച, കടുവ കൊതുക്, ചിണ്ടനെലി. ഇനി അപ്പോൾ നമുക്കൊന്ന് നാടകത്തിലോട്ട് പോകാം. അപ്പോൾ രംഗം 1. രംഗം 1 എന്താണ് കാണുന്നത്? ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. അപ്പോൾ ഈച്ചയും കൊതുകും കൂടിയുള്ള സംസാരമാണ് രംഗം 1 കൊതുക്: ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ? അപ്പോൾ ഈച്ച: ഹ ഹ ഹ, പരിചയമുണ്ടെന്നോ? ചേട്ടൻ നമ്മുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പം ഈച്ചയോട് ചോദിക്കുക, എന്നെ അറിയാവോ? അപ്പോൾ ഈച്ച മറുപടി കൊടുത്തു, അറിയാണ്ടെന്താ, രക്തം കുടിക്കുന്ന വീരനല്ലേ നിങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊതുക്: അതെ അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഈ കൊതുക് അറിയാം ഞാൻ പല അസുഖങ്ങളും പരത്തുന്നുണ്ട്. അപ്പോൾ കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയത്? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്, ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. അതപ്പോൾ ഇതിൻ്റെ മക്കൾ മനസ്സിലാക്കണേ, അത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. അപ്പോൾ പക്ഷേ കൊതുകിന് അതിൽ വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് കൊതുകിന് കൊണ്ടുണ്ടാവുന്ന ഒരസുഖമാണ്. അപ്പോൾ ഈച്ച: ചേട്ടൻ എവിടെയാണ് താമസം? കൊതുക്: ഈ നഗരത്തിൽ തന്നെ, അഴുക്കുചാലിനരികെ. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ, അവിടെ. അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. അപ്പോൾ കൊതുക് പറയാണ്, നഗരത്തിൽ അഴുക്കുചാലിനടുത്ത് മാലിന്യം കൂടിക്കിടക്കുന്ന വീടിലാണ് ഈ കൊതുക് താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വൃത്തിയില്ലാത്തിടത്ത് കൊതുക് വളരും എന്നാണ് പറയുന്നത്. വൃത്തിയാക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊതുകുകൾ വളർന്ന് മുട്ടയിട്ട് പെരുകി നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുത്തും. അപ്പം നമ്മളെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. അതാണിപ്പോൾ കൊതുക് പറയുന്നത്. ഇതുപോലെ ഈച്ചയും എലിയും എന്താവും പറയുന്നുണ്ടാവുക, അവരുടെ സംഭാഷണം കൂടി ചേർത്ത് നാടകം പൂർത്തിയാക്കിയ ശേഷം നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ അതും നമ്മൾ ചെയ്യണം. ഈച്ചയും എലിയും എന്താവും പറയുന്നുള്ളത് മക്കൾ കണ്ടെത്തി എഴുതണം. അപ്പോൾ ഇനി നമ്മൾ ഈച്ചയും എലിയും കണ്ടുമുട്ടുന്ന സംഭാഷണം അവതരിപ്പിക്കുകയാണേ. ഈച്ച: ഹായ്, എന്തൊക്കെയാ ചിണ്ടൻ ചേട്ടാ, സുഖമാണോ? അപ്പോൾ എലി: വീടും പരിസരവും വൃത്തിയാക്കാത്ത മനുഷ്യന്മാർ ഉള്ളതുകൊണ്ട് എനിക്ക് സുഖം തന്നെ. പക്ഷെ ഞാൻ കാരണം അവർ കഷ്ടപ്പെടുന്നു. അതിൽ എനിക്ക് വിഷമവും ഉണ്ട്. ഈച്ച: അത് പിന്നെ പറയണോ, ചേട്ടൻ്റെ പേരിൽ തന്നെ ഒരു പനിയില്ലേ, അത് വന്നാൽ പിന്നെ മനുഷ്യന്മാരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടല്ലേ? എലി: അതെ, എലിപ്പനി, പ്ലാഗ് ഇതെല്ലാം ഞാൻ കാരണം വരുന്ന അസുഖമാണ്. പിന്നെ ഹാൻഡ വൈറസ് പോലുള്ള ചില വൈറസുകൾ എന്നിലൂടെയാണ് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നത്. ഈച്ച: വയറിളക്കം, ഛർദി പോലുള്ള അസുഖങ്ങൾ ഞാൻ കാരണവും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പം നാടകം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? മണിയനീച്ച, കടുവ കൊതുക്, ചിണ്ടനെലി. അവ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? കൊതുക്
മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, കുപ്പി, ചിരട്ട, കുപ്പിയുടെ അടപ്പ് എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം. എലിയോ? മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ട സ്ഥലങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയപ്പെട്ട സ്ഥലങ്ങൾ, മലിനമായ അഴുക്കുചാൽ. ഇനി ഈച്ച. മലിനജലം, മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലം, പഴകിയതോ ജീർണിച്ചതോ ആയ വസ്തുക്കൾ ഉള്ള സ്ഥലം. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി അവ മനുഷ്യർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നിരവധി രോഗങ്ങൾ പരത്തുന്ന ജീവിയാണ് കൊതുക്, അല്ലേ? ഇപ്പം ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് മുതലായ രോഗങ്ങൾ കൊതുക് പരത്തുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എലിപ്പനി, പ്ലാഗ് തുടങ്ങിയ രോഗങ്ങൾ എലിയാണ് പരത്തുന്നത്. മാത്രവുമല്ല, എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസാണ് ഹാൻഡ വൈറസ്. ഈ വൈറസ് ഉണ്ടാക്കുന്ന രോഗം ശ്വാസകോശത്തിന് പ്രശ്നമാവുകയും മനുഷ്യന് മരണം വരെ സംഭവിക്കുകയും ചെയ്യാവുന്ന രോഗമാണ്. ഇനി അഴുക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഈച്ച നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കോളറ, വയറിളക്കം പോലുള്ള അസുഖങ്ങൾ വരാനിടയുണ്ട്. അപ്പോൾ ഈ ജീവികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലേ? ഇവ പരത്തുന്ന അസുഖങ്ങൾ ഭീകരമായ അതാണ്. ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാവുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതൊരു പത്രവാർത്തയായിട്ടാണ് കാണുന്നത്. എന്തെന്നാ നോക്കാം നമുക്ക്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ രോഗാണുവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ ഇതൊരു പത്രവാർത്ത വന്നതാണ്. വാർത്ത വായിച്ചല്ലോ. എന്താണ് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൽകിയിരിക്കുന്ന വിവരം വായിക്കൂ. അപ്പം അതിൻ്റെ ഡ്രൈ ഡേ എന്താണെന്നുള്ളത് വ്യക്തമായ വിവരണം നമുക്ക് അടുത്ത പേജിൽ വായിക്കാം. പോവാം, അടുത്ത പേജ് നോക്കാം. ഡ്രൈ ഡേ എന്താണെന്നാണ് പറയുന്നത്. നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ, കുപ്പി, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതിനാൽ ഓരോ 7 ദിവസത്തിലും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. ഈ ശുചീകരണ പ്രവർത്തനമാണ് എന്തായിട്ട് പറയുന്നത്? ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഡ്രൈ ഡേ ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ നല്ലപോലെ ഒന്ന് ചെയ്യുകയും വേണം. ജലത്തിലൂടെയും രോഗം പകരാം. പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരുന്നതാണ്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം? നമുക്ക് നോക്കാം, അല്ലേ? 1. കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക. 2. ജലസ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തുക. 3. ജലസ്രോതസ്സുകളിൽ മലിനജലം, മലിനവസ്തുക്കൾ എന്നിവ വീഴാതെ സംരക്ഷിക്കുക. പാനീയ ചികിത്സ. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകണം. ഇതിനായി താഴെ പറയുന്നവ രോഗികൾക്ക് കൊടുക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം. 2. ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം. 3. ഉപ്പിട്ട സംഭാരം. പിന്നെ കരിക്കിൻ വെള്ളം. ഇത്രയും ഒക്കെ ഈ വയറിളക്ക രോഗങ്ങൾ വരുന്ന രോഗികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പാനീയങ്ങളാണ്. പിന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ORS തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യണം. അത് നമുക്ക് ഈ ഹെൽത്ത് സെൻറ്റർ പോലെയുള്ള പിന്നെ ആശുപത്രികൾ പോലുള്ള സ്ഥലത്തു നിന്ന് ORS കിട്ടും, പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ വയറിളക്ക രോഗങ്ങൾ വരുന്ന അവർക്ക് കൊടുക്കാം. എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം. ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രമാണല്ലേ, അതിൻ്റെ പരിസരമുള്ള ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. വൃത്തിയുള്ള മൈതാനം, ചപ്പുചവറിൽ കൂടിക്കിടക്കുന്നില്ല, അല്ലേ? നല്ല വൃത്തിയുള്ള മൈതാനമാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ല. മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടകളുണ്ട്. വൃത്തിയുള്ള കിണറുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയം വൃത്തിയുള്ളതാണോ? നമുക്കൊന്ന് വിലയിരുത്താം.
നിങ്ങളുടെ വിദ്യാലയ പരിസരം, ക്ലാസ് മുറി, പാചകപ്പുര, മൂത്രപ്പുര, കക്കൂസ് എന്നിവയൊക്കെ നിരീക്ഷിച്ചിട്ട് അതൊക്കെ വൃത്തിയുള്ളതാണോ എന്ന് നിങ്ങൾക്ക് ഈ പട്ടിക നോക്കി പൂർത്തിയാക്കാം. അപ്പം വിദ്യാലയ പരിസരത്ത് ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ ശരി മാർക്കിടാം. ഉണ്ടെങ്കിൽ തെറ്റിടാം. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, ശരി. ഉണ്ടെങ്കിൽ തെറ്റ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല, ഇല്ലെങ്കിൽ ശരി. ഉണ്ടെങ്കിൽ തെറ്റ്. മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടകളുണ്ട്, ഉണ്ടെങ്കിൽ നിങ്ങൾ ശരി ഇടാം, ഇല്ലെങ്കിൽ തെറ്റ് മാർക്കിടാം. ക്ലാസ് മുറി, മാറാല, ചപ്പുചവറുകൾ എന്നിവയില്ല, ഇല്ലെങ്കിൽ ശരി. ഉണ്ടെങ്കിൽ തെറ്റ്. ചാർട്ടുകൾ പോലുള്ള പഠനോപകരണങ്ങൾ പൊടി പിടിച്ചതല്ല, ഇല്ലെങ്കിൽ ശരിയിടാം. പൊടി പിടിച്ചതാണെങ്കിൽ തെറ്റ്. മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യക്കൂടകളുണ്ടെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിൽ തെറ്റ് മാർക്കിടാം. പാചകപ്പുര, പാത്രങ്ങൾ വൃത്തിയുള്ളതാണെങ്കിൽ ശരി. മലിനജലം കെട്ടിക്കിടക്കുന്നില്ലെങ്കിൽ ശരി. ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നില്ലെങ്കിൽ ശരി. ഇതൊക്കെ പാത്രങ്ങൾ അല്ലെങ്കിൽ തെറ്റിടാം. മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തെറ്റിടാം. ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിടാം. പിന്നെ മൂത്രപ്പുര, കക്കൂസ് ഒക്കെ വൃത്തിയുള്ളതാണെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിൽ തെറ്റിടാം. ആവശ്യത്തിന് വെള്ളം ലഭ്യമാണെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിൽ തെറ്റിടാം. വിദ്യാലയത്തിലെ മറ്റ് സ്ഥലങ്ങളായ മൈതാനം, കൈകഴുകുന്ന ഇടങ്ങൾ, ഉദ്യാനം എന്നിവ നിരീക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ പട്ടികയിൽ കൂട്ടിച്ചേർക്കാം? പട്ടിക പൂർത്തിയാക്കി കണ്ടെത്തലുകൾ അവതരിപ്പിക്കാം. ഇപ്പം മൈതാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ശരി മാർക്കിടാം. കായിക സാമഗ്രികൾ വൃത്തിയുള്ളതാണെങ്കിൽ നമുക്ക് ശരി മാർക്കിടാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റ് മാർക്കിടാം. കായിക സാമഗ്രികൾ വൃത്തിയുള്ളതല്ലെങ്കിൽ നമുക്ക് തെറ്റ് മാർക്കിടാം. ഇനി കൈ കഴുകുന്ന ഇടം, മലിനജലം കെട്ടിക്കിടക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരി മാർക്കിടാം, ഇല്ലെങ്കിൽ തെറ്റ് ചെയ്യാം. പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നില്ലെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യാം. പിന്നെ ഉദ്യാനത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെങ്കിൽ ശരി. കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തെറ്റ്. ചപ്പുചവറിൽ കൂടിക്കിടക്കുന്നില്ലെങ്കിൽ ശരി. ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യാം. നമ്മുടെ സ്കൂൾ പരിസരത്ത് എവിടെയെല്ലാമാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എവിടെയൊക്കെയാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത് കണ്ടുപിടിക്കണം. സ്കൂളിൻ്റെ രേഖാചിത്രം തയ്യാറാക്കി കൂടുതൽ മാലിന്യങ്ങളുള്ള സ്ഥലങ്ങൾ ചുവപ്പ് നിറത്തിലും കുറഞ്ഞ മാലിന്യമുള്ള സ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും വൃത്തിയുള്ള സ്ഥലങ്ങൾ പച്ച നിറത്തിലും രേഖപ്പെടുത്തുക. വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കുന്നതിന് ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും? ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അപ്പോൾ നോക്കിയാൽ എന്തൊക്കെ നമുക്ക് വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കുന്നതിന് ചെയ്യാൻ പറ്റുക നോക്കാം. ക്ലാസ് മുറികൾ എല്ലാ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കുക. പാചകപ്പുരയുടെ ചുറ്റുപാടുകൾ വൃത്തിയുള്ളതായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ കൈകഴുകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കാതെ സൂക്ഷിക്കുക. കക്കൂസ്, കുളിമുറി എന്നിവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. സ്കൂൾ പരിസരം പ്ലാസ്റ്റിക് കവറുകളും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടിഞ്ഞുകൂടാതെ സൂക്ഷിക്കുക. സ്കൂൾ കിണറിലേക്ക് മലിനപദാർത്ഥങ്ങൾ വീഴാതെ സൂക്ഷിക്കുക. വാട്ടർ ടാങ്ക് വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്തപക്ഷം അതാത് സമയങ്ങളിൽ വൃത്തിയാക്കുക. മാലിന്യങ്ങളെ തരംതിരിക്കാം. സ്കൂളിൽ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാലിന്യക്കൂടകൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ സ്കൂളുകളിൽ ഈ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഓരോരോ ബോക്സുകളൊക്കെ ഉണ്ടാവും അല്ലേ? സ്കൂളുകളിൽ മാത്രമല്ല, ആശുപത്രികളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ബോക്സുകൾ വെച്ചിട്ടുള്ളത്. ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൽ 3 ബോക്സുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒന്നിൽ ഫസ്റ്റിൽ എഴുതിയത് അജൈവ മാലിന്യം, രണ്ടാമത്തെ ജൈവ മാലിന്യം, 3 അപകടകരമായ മാലിന്യം. ഇങ്ങനത്തെ 3 ബോക്സുകളാണുള്ളത് അല്ലേ? അപ്പോൾ എന്താ ഇത് പറയുന്നത്? എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ ഇട്ടാൽ പോരെ? മാലിന്യങ്ങളെല്ലാം ഒരു ബോക്സിൽ ഇട്ടാൽ മതിയോ? പോരാ അല്ലേ? അത് എന്തുകൊണ്ടായിരിക്കും എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ചിടാത്തത്? അപ്പോൾ അത് നമുക്ക് നോക്കാം. എല്ലാ മാലിന്യങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ചിടില്ല, വ്യത്യസ്തമായ ബോക്സുകളിലാണ് ഇടുക. അതാണ് അങ്ങനെ പല ബോക്സുകളാക്കി വെച്ചിട്ടുള്ളത്. എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം. മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെയും പച്ചക്കറികളുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളെ ജൈവ മാലിന്യങ്ങൾ എന്നും പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങൾ എന്നും പറയുന്നു. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകൾ തുടങ്ങിയവയാണ് അപകടകരമായ മാലിന്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ വരുന്നുണ്ട്. മണ്ണിലിട്ട് അലിഞ്ഞു പോകുന്നത് അങ്ങനെ വീടും, അല്ലാതെയുള്ളത് മണ്ണിൽ അലിയാത്തതുമായിട്ടുള്ള മോശമായിട്ടുള്ള മാലിന്യങ്ങൾ വേറെ ഇടും. ചിലത് മാലിന്യങ്ങൾ മാറ്റിയെടുത്തിട്ടൊക്കെ പുതുതായിട്ട് വേറെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേറെ ഇടുന്നത്. പിന്നെ ചില ഇലക്ട്രോണിക്സ് അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ വേറെ ആയിട്ടാണ് ഇടുന്നത്. അപ്പം അത് എന്തായാലും ഒന്ന് മനസ്സിലാക്കണേ.
ഭക്ഷണാവശിഷ്ടങ്ങളെ വളമാക്കാം. വീട്ടിലും സ്കൂളിലും ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? അതിന് കുറേ മാർഗ്ഗങ്ങളുണ്ട് അല്ലേ? അതിൽ ഒരു മാർഗ്ഗമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടതുപോലുള്ള കമ്പോസ്റ്റ് കുഴി. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പഴവസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിടുകയും ചെയ്യുക. 3-4 മാസം കൊണ്ട് പൂർണ്ണമായും വളമായി മാറിയിട്ടുണ്ടാകും. ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് എഴുതി നോക്കാം. പൈപ്പ് കമ്പോസ്റ്റ്, ബയോബിൻ, ഈ 2 മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും നമുക്ക് അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയും. ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും താമസിക്കുന്നവർക്ക് ബയോബിൻ ഉപയോഗിച്ച് ജൈവ മാലിന്യ സംസ്കരണം നടത്താവുന്നതാണ് കൂടുതൽ സൗകര്യം. എന്നാൽ വളരെ ചെറിയ സ്ഥലം ഉള്ളവർക്ക് ഈ 2 രീതിയും ഉപയോഗിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുതേ, കത്തിക്കരുതേ. ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൽ ഒരു കുട്ടി പ്ലാസ്റ്റിക് കുപ്പി പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ് അല്ലേ കാണുന്നത്. അപ്പം മറ്റേ അടുത്തിരിക്കുന്ന കുട്ടി പറയുന്നുണ്ട് എന്ത്? പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നോ അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ മറക്കരുത്. ആ കുട്ടി അത് വലിച്ചെറിയുമ്പോൾ അടുത്തുള്ള കുട്ടി അത് ചോദിക്കുകയാണ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെ വലിച്ചെറിയരുത്, പുറത്ത് മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് പഠിച്ചിട്ടില്ലേ? അതാണ് ചോദിക്കുന്നത്. അപ്പം പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. പ്ലാസ്റ്റിക് മണ്ണിൽ കിടക്കുന്നത് മൂലം ജലം മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമാകുന്നു. സസ്യത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് തടസ്സമാകുന്നു. ഈ ചിത്രം കണ്ടില്ലേ? പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് അല്ലേ ഈ ചിത്രം. ഒരു കുഞ്ഞ് മൂക്ക് പിടിച്ചു വെച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ മണം സഹിക്കാൻ പറ്റാത്തിട്ടാണ് അല്ലേ? അപ്പം പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? എന്തൊക്കെയാണെന്ന്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ ശ്വസിക്കുന്നത് മൂലം ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ പിടിപെടുന്നു. ഇതൊക്കെ വലിയ വലിയ അസുഖങ്ങളല്ലേ? അപ്പോൾ അത് മാത്രമല്ലാണ്ട് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും ഉണ്ടാവുന്നുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ തരംതിരിച്ച് ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരം വൃത്തിയായിരിക്കേണ്ട ആവശ്യകത കൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറയുന്നത്. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിലൊക്കെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. അപ്പം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. വിലയിരുത്താം. താഴെ പറയുന്ന വസ്തുക്കൾ തരംതിരിച്ച് യോജിച്ച മാലിന്യക്കൂടകളിൽ എഴുതി ചേർക്കൂ. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. PVC പൈപ്പ്, പഴം, കീടനാശിനി കുപ്പികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോരോ ബോക്സുകളിലേക്കാക്കി മാറ്റണം. നമുക്കൊന്ന് മാറ്റി നോക്കിയാലോ. PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ ഇതെല്ലാം അജൈവ മാലിന്യങ്ങളാണ്. അപ്പം നമുക്ക് ഇത് അജൈവ മാലിന്യത്തിൻ്റെ ബോക്സിൽ നിക്ഷേപിക്കാം. അടുത്തത് പഴം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ ഇതൊക്കെ ജൈവ മാലിന്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ബോക്സിൽ നിക്ഷേപിക്കാം. പിന്നെയുള്ള ഏതാണ്? കീടനാശിനി കുപ്പികൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ ഇതൊക്കെ എന്താണ്? അപകടകരമായ വസ്തുക്കളാണ്. അപ്പോൾ അതിൻ്റെ ബോക്സിൽ നമുക്ക് അതൊക്കെ നിക്ഷേപിക്കാം. നമ്മൾ നേരത്തെ സ്കൂളും പരിസരവും വൃത്തിയുള്ളതാണോ എന്ന് നോക്കിയതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതാണോ എന്നറിയുന്നതിനുള്ള ഒരു നിരീക്ഷണ പട്ടിക തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയ പട്ടിക കാണുന്നില്ലേ? അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. വീടും പരിസരവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ല, മലിനജലം കെട്ടിക്കിടക്കുന്നില്ല, ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നില്ല, ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്, ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തെറ്റ് മാർക്കിടാം, ഇല്ലെങ്കിൽ ശരി മാർക്കിടാം. അതുപോലെ തന്നെ താഴെയുള്ള കാര്യങ്ങളും ചെയ്യണേ. മുറികൾ, അടുക്കള, കക്കൂസ്, കുളിമുറി എന്നിവയ്ക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വൃത്തിയാണെങ്കിൽ ശരി മാർക്കും, ഇല്ലെങ്കിൽ തെറ്റ് മാർക്കിടണം. ഇപ്പോൾ മുറികൾ എങ്ങനെയായിരിക്കും? മാറാലയില്ല, മേശ, കസേര എന്നിവയിൽ പൊടി പിടിച്ച് കിടക്കുന്നില്ല. അടുക്കള പാത്രങ്ങൾ വൃത്തിയുള്ളതാണ്, അടുക്കളയിലെ മറ്റു ഉപകരണങ്ങൾ അഴുക്കില്ലാത്തവയാണ്. കക്കൂസ്, കുളിമുറി വൃത്തിയുള്ളതാണ്, ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പട്ടികയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടും പരിസരവും ഒക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അവയെ തരംതിരിച്ച് ജൈവ മാലിന്യങ്ങളെ കമ്പോസ്റ്റ് കുഴിയിൽ നിക്ഷേപിക്കുക. മറ്റു മാലിന്യങ്ങളെ ശേഖരിച്ച് മാറ്റിവെക്കുകയും ചെയ്യുക.
മാറാലയും പൊടിയും തുടച്ച് വൃത്തിയാക്കുക. വീട്ടിലെ അടുക്കളയിലെ പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും അഴുക്കില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. കക്കൂസ്, കുളിമുറി എന്നിവ വൃത്തിയാക്കുക. ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ വേണ്ട അളവിലുള്ള വെള്ളം ഉറപ്പുവരുത്തുക. തുടർ പ്രവർത്തനങ്ങൾ: കടലാസ്, തീപ്പെട്ടിക്കൂട്, വളപ്പൊട്ട്, കുപ്പിയുടെ അടപ്പ്, പേന, പ്ലാസ്റ്റിക് കുപ്പി, തുണികൾ, ടിന്ന് തുടങ്ങിയ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയ ഉപകാരപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കുക. 2. ഭക്ഷണാവശിഷ്ടങ്ങളോ പ്ലാസ്റ്റിക് വസ്തുക്കളോ മണ്ണിൽ അഴുകിച്ചേരുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതൊക്കെ മക്കൾ ചെയ്യണം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ഇങ്ങനെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. അങ്ങനെ ഓരോരോ നന്നായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഭക്ഷണാവശിഷ്ടങ്ങളാണോ പ്ലാസ്റ്റിക് വസ്തുക്കളാണോ മണ്ണിൽ ലയിക്കുന്നതെന്നുള്ളത് അതും മക്കൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മളുടെ വൃത്തി നൽകും ശക്തി എന്ന പാഠഭാഗം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ പാഠമായിട്ട് പിന്നൊരു ദിവസം കാണാം.